ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ്റെ ആൻസർ കീയാണ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 1ൻ്റെയും സെക്ഷൻ 2ൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീൻ്റെ 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. കാണാത്തവർ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്നുള്ള 2 വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ തേർഡ് വീഡിയോ കാണുക. ഈ തേർഡ് വീഡിയോയിൽ മൂന്നാമത്തെ സെക്ഷൻ, അതായത് ലാസ്റ്റ് സെക്ഷൻ 6 മാർക്സിൻ്റെ സെക്ഷനുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 17th ക്വസ്റ്റ്യൻ മുതലാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. Question number 17. Consider the following system of equations. 3 equations തന്നിട്ടുണ്ട്. 3x minus 2y plus 3z equal to 8, 2x plus y minus z equal to 1, 4x minus 3y plus 2z equal to 4. First question, write the matrix form ax equal to b. Second one, find a inverse. മൂന്നാമത്തത് solve the system by matrix method. Sure question ആണ്. very important question ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ വർഷവും ഈ ക്വസ്റ്റ്യൻ 6 മാർക്സിനായിട്ട് ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇതേ രീതിയിൽ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് മാത്രം തന്നിട്ട് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്, ആ രീതിയിലായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും അവസാനം സോൾവ് ചെയ്യാനായിട്ട് അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണോ അല്ലോ എന്നുള്ള രീതിയിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒന്നും കൂടി നോക്കാം. ദ സിസ്റ്റം ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ നോക്കുക. ആ ഇക്വേഷനെ നമ്മൾ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ എഴുതുക. സോ എ എഴുതുക. എ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് കോഎഫിഷ്യൻ്റ് അടങ്ങിയിട്ടുള്ള മെട്രിക്സ് ഫോം ചെയ്യുക. സോ എ ഈസ് ഈക്വൽ ടു ഇതേ രീതിയിൽ മെട്രിക്സ് എഴുതാം. 3 - 2 3, അതുപോലെ 2 1 - 1 4 - 3 2. കോഎഫിഷ്യൻ്റ് നോക്കിയിട്ട് മെട്രിക്സ് എ എഴുതുക. പിന്നെ എക്സ് എഴുതുക, XYZ, അതുപോലെ ബി എഴുതുക 8 1 4. ശേഷം മെട്രിക്സ് എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ എഴുതാനാണ്. സോ ദറ്റ് മെട്രിക്സ് ഇൻറ്റു XYZ ഈക്വൽ ടു 8 1 4 എന്നുള്ള രീതിയിൽ ഇതേ രീതിയിൽ എഴുതാം. ഇനി അതിന് എ ഇൻവേഴ്സ് കാണാനാണ്. എ ഇൻവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. സോ ഡിറ്റർമിനൻ്റ് എ കാണുമ്പോൾ -17 എന്ന് കിട്ടും. ഇനി എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. സോ ഡിറ്റർമിനൻ്റ് എ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അഡ്ജോയിൻറ്റ് എ കാണണം. അഡ്ജോയിൻറ്റ് എ കാണണമെന്നുണ്ടെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് കാണാം. സോ ഇതേ രീതിയിൽ AIJ ഈക്വൽ ടു -1/i + j ഇൻറ്റു MIJ, മൈനർ ഓഫ് IJ, ഈ രീതിയിൽ കോഫാക്ടർ മെട്രിക്സ് കാണാം. സോ ഇത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതേപോലെ സൈനൊക്കെ ഇടുക എന്നുള്ളതിനുള്ള ട്രിക്ക് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക് എന്നുള്ളത്. സോ ഇതേ രീതിയിൽ കോഫാക്ടർ മെട്രിക്സ് കണ്ടതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് കാണാം. സോ നമുക്ക് അഡ്ജോയിൻറ്റ് എ കിട്ടും. അഡ്ജോയിൻറ്റ് എ ഈസ് ഈക്വൽ ടു -1 -5 -1 -8 -6 9 -10 1 7 എന്ന് അഡ്ജോയിൻറ്റ് എ കിട്ടും. ഇനി എ ഇൻവേഴ്സ് കാണാൻ 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ചെയ്യുക. സോ 1/-17 ഇൻറ്റു അഡ്ജോയിൻറ്റ് എ എഴുതാം. ഓക്കെ, ഇനി അതിൽ സോൾവ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് കാണണം. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് ബി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. എ ഇൻവേഴ്സ് എഴുതുക, അതുപോലെ ബി എഴുതുക. മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ 1 2 3 എന്ന് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു 3. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഓക്കെ, ഇനി 18th ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു x മൈനസ് മോഡ് x ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഇത് ഒരു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, അതേപോലെ മോഡ് എക്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്. സോ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇതേ രീതിയിൽ സബ്ട്രാക്ട് ചെയ്താൽ അതെന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. സോ അത് f of x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ ഇതേ രീതിയിൽ പ്രൂവ് ചെയ്യുക. അതായത് f of x ഈക്വൽ ടു x മൈനസ് മോഡ് എക്സ്, ആ f of x ഒന്ന് മാറ്റി എഴുതാം. മോഡുലസ് എക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മോഡുലസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് പോസിറ്റീവ് കിട്ടും. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് x മൈനസ് എക്സ് എന്ന് തന്നെ എഴുതാം. x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 0 എഴുതും എപ്പോൾ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഇനി ഇത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ -x എന്ന് വരും. സോ x മൈനസ് എക്സ് എന്ന് വരും, അതായത് x + x എന്ന് വരും. സോ ഈക്വൽ ടു 2x എന്ന് എഴുതാം എപ്പോൾ വെൻ x ലെസ് ദാൻ 0 ആകുമ്പോൾ. സോ ഇതേ രീതിയിൽ f of x ഒന്ന് മാറ്റി എഴുതാം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് 0 മൈനസിൽ f of xൻ്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ കാണാം 2x എന്നാണ്. സോ 2x എന്ന് കൊടുക്കുക. ഇനി എക്സിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുമ്പോൾ 2 × 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് f of x എന്ന് എഴുതുക. 0 പ്ലസ്, അതായത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ എത്രയാണ് ഇവിടെ 0 ആണ്. സോ ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് f of x എന്ന് എഴുതാം. സോ ഈക്വൽ ടു എന്താണ് 0 എന്ന് തന്നെ എഴുതാം. അതുപോലെ f of 0 കണ്ടു കഴിഞ്ഞാലും നമുക്ക് എന്ത് വരും, 0 - 0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ് കിട്ടുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു f of 0 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദെർഫോർ ദ ഫംഗ്ഷൻ f is continuous at x ഈക്വൽ ടു 0 എന്ന് കൺക്ലൂഡ് ചെയ്യാം.
ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ വൈ ഈക്വൽ ടു 280 ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. സോ എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. ഡി എക്സ് ബൈ ഡി ടി ആദ്യം കാണാം. സോ ഡി എക്സ് ബൈ ഡി ടി കാണുമ്പോൾ 280 എന്ന് കിട്ടും. അതുപോലെ ഡി വൈ ബൈ ഡി ടി കാണുമ്പോൾ 2a എന്ന് വരും. ഇനി ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യാം. സോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ 1/t എന്ന് ആൻസർ കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ 1/tയുടെ ഡെറിവേറ്റീവ് -1/t സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സും കൂടി ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. സോ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സും കൂടി എഴുതാം. സോ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എത്രയാണ്? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 280 ആണ്. സോ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ 1/280 എന്ന് എഴുതാം. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1/t സ്ക്വയർ ഇൻറ്റു 1/280, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1/280 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ, find dy by dx where y equal to x raised to sin x. Okay, y equal to x raised to sin x. ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ലോഗ് y is equal to log of x raised to sin x എന്ന് എഴുതാം. log y equal to log of x raised to sin x നെ log of x raised to n ആണെങ്കിൽ n into log x എന്ന് എഴുതാം. സോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ sin x into log x എന്ന് എഴുതാം. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഇവിടെ പ്രോഡക്റ്റ് റൂൾ കൊടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് 6 എന്ന് എഴുതാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇവിടെ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. സോ ഇവിടെ ഈ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ y ഇൻറ്റു എന്ന് വരും. അതിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. ഇനി 19th ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓഫ് 1/1 + x²/4 dx. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്താൽ മതി. 1/x² + 4നെ ഇവിടെ LC എടുക്കുമ്പോൾ 1/4 + x²/4 എന്ന് എഴുതാം. ഓക്കെ, സോ ആ 4നെ നമുക്ക് എങ്ങോട്ട് എടുക്കാം? ന്യൂമറേറ്ററിൽ എടുക്കാം. സോ ഇൻ്റഗ്രൽ ഓഫ് 4 ഡിവൈഡഡ് ബൈ x² + 4 എന്ന് കിട്ടും. 4 കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ഓഫ് 1/4 + x² എന്ന് കിട്ടും. ഇപ്പോൾ ഇത് ഈസിയായി. ഇൻ്റഗ്രൽ ഓഫ് 1/a² + x² എന്നുള്ളതിൻ്റെ ഫോമുല, അതിന് 1/a ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് x/a എന്ന് നമുക്കറിയാം. സോ ആ ഇക്വേഷൻ ഇവിടെ കൊടുക്കുക. സോ 4 ഇൻറ്റു 1/a എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് x/2 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്താൽ 2 tan ഇൻവേഴ്സ് ഓഫ് x/2 എന്ന് എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേഷൻ കാണാൻ ഇൻ്റഗ്രൽ ഓഫ് 1/x-1 ഇൻറ്റു x-2 dx പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാം. സോ 1/x-1 ഇൻറ്റു x-2നെ നമുക്ക് a/x-1 പ്ലസ് b/x-2 എന്ന് എഴുതാം. x-1 ഇൻറ്റു x-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 1 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ a ഇൻറ്റു x-2 പ്ലസ് b ഇൻറ്റു x-1 എന്ന് എഴുതാം. ഇനി ഇതിൽ എയുടെ വാല്യൂ കാണാൻ എക്സിന് ഇവിടെ 1 എന്ന് കൊടുക്കുക. സോ ബിയുടെ കോഎഫിഷ്യൻറ്റ് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. സോ ബി 0 ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? a ഇൻറ്റു 1 - 2 ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതായത് 1 ഈക്വൽ ടു -a എന്ന് കിട്ടും. സോ a ഈക്വൽ ടു -1 എന്ന് എഴുതാം. ഇവിടെ എയുടെ വാല്യൂ കാണാൻ x ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. സോ x ഈക്വൽ ടു 1 ആകുമ്പോൾ ബിയുടെ കോഎഫിഷ്യൻറ്റ് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. സോ 1 ഈക്വൽ ടു a ഇൻറ്റു 1 - 2 എന്ന് വരും. അതായത് 1 ഈക്വൽ ടു -a എന്ന് കിട്ടും. therefore a is equal to -1 എന്ന ആൻസർ കിട്ടും. സോ a കിട്ടി. ഇനി നമുക്കതുപോലെ b കാണണം. സോ ബിയുടെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് x ഈക്വൽ ടു നമ്മൾ 2 എന്ന് കൊടുക്കുക. സോ x ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എയുടെ വാല്യൂ കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. ഓക്കെ, സോ b ഇൻറ്റു 2 - 1 എന്ന് വരും. അതായത് b ഇൻറ്റു 1 എന്ന് വരും. അതായത് b ഈക്വൽ ടു, ഇനി അതുപോലെ ബിയുടെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ എയുടെ കോഎഫിഷ്യൻറ്റ് കംപ്ലീറ്റ് 0 ആയി പോകണം. സോ നമ്മളിവിടെ എക്സിന് 2 എന്ന് വാല്യൂ കൊടുക്കുക. സോ എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അതായത് 1 ഈക്വൽ ടു ബി ഇൻറ്റു 2 - 1 എന്ന് എഴുതാം. അതായത് ബി ഈക്വൽ ടു 1 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻ്റഗ്രൽ ഓഫ് -1/x-1 ഇൻറ്റു dx പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 1/x-2 ഇൻറ്റു dx എന്ന് കിട്ടും. ഇൻ്റഗ്രൽ ഓഫ് 1/x നമുക്കറിയാം log x എന്നാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് -1/x-1നെ നെഗറ്റീവ് ഓഫ് log x-1 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ log ഓഫ് x-2 എന്ന് എഴുതാം. പ്ലസ് സിയും കൂടി ആഡ് ചെയ്താൽ ആൻസറായി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to π/2 x ഇൻറ്റു കോസ് എക്സ്. ഇൻ്റഗ്രൽ u v എന്നുള്ളതിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. ഇൻ്റഗ്രൽ u v എന്ന് പറയുമ്പോൾ u ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് v മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് v dx. സോ ഇതേ രീതിയിൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓഫ് x ഇൻറ്റു കോസ് എക്സ് dx എന്ന് പറയുമ്പോൾ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇവിടെ കോസ് എക്സ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് dx എന്ന് എഴുതാം. ഓക്കെ, സോ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. മൈനസ് ഇൻ്റഗ്രൽ
ഓഫ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് സൈൻ എക്സ് ഇവിടെ കൊടുക്കുക. സോ 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അതായത് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് വരാം. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കോസ് എക്സ്. സോ നെഗറ്റീവ് പോസിറ്റീവ് വരും. സോ പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ലിമിറ്റ് കൊടുക്കുക. ഇൻ്റഗ്രൽ 0 to π/2 ഇൻ്റഗ്രൽ 0 to π/2 എന്നാണ്. സോ നമ്മൾ 0 to π/2 എന്ന് കൊടുക്കുക. അതായത് അപ്പർ ലിമിറ്റ് π/2 എന്നും ലോവർ ലിമിറ്റ് 0യും കൊടുക്കുക. സോ π/2 കൊടുത്താൽ π/2 ഇൻറ്റു സൈൻ π/2 പ്ലസ് കോസ് π/2 വരും. മൈനസ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് കോസ് 0 എന്ന് വരും. ഇവിടെ സൈൻ π/2ൻ്റെ വാല്യൂ നമുക്കറിയാം 1. സോ π/2 ഇൻറ്റു 1 എന്ന് എഴുതാം. അതുപോലെ കോസ് π/2ൻ്റെ വാല്യൂ 0. സോ പ്ലസ് 0 എന്ന് എഴുതാം. മൈനസ് കോസ് 0ൻ്റെ വാല്യൂ 1. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ π/2 മൈനസ് 1 എന്ന് ആൻസർ എഴുതാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ LPPയിൽ നിന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരിക്കലും ഇത് പഠിക്കാതെ പോകരുത്. എന്തായാലും നമുക്ക് ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ LPP ഈ ഭാഗത്തുനിന്ന് LPPയിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാക്സിമൈസ് z equal to 4x plus y subject to the constraints x plus y less than or equal to 50, 3x plus y less than or equal to 90. സോ അതുപോലെ x greater than or equal to 0, y greater than or equal to 0. സോ ഫസ്റ്റ് ഒക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ ആദ്യത്തെ ഇക്വേഷൻ എഴുതുക. x plus y equal to 50 ടേബിൾ വരയ്ക്കുക. x 0 ആകുമ്പോൾ y 50 എന്ന് കിട്ടും. അതുപോലെ y 0 ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ 50 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷനും ഇതേപോലെ എഴുതിയിട്ട് ടേബിൾ വരയ്ക്കുക. x 0 ആണെങ്കിൽ y 90 വരും. y 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് 30 എന്ന് കിട്ടും. സോ ഇതേ രീതിയിൽ വാല്യൂസ് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. സോ ഫസ്റ്റ് പോയിൻറ്റ് 0 50 അതുപോലെ 50 0. സോ ആ രണ്ട് പോയിൻറ്റ് പ്ലോട്ട് ചെയ്യുക. 50 0 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ വരും. അതുപോലെ 0 50 എന്ന് പറയുമ്പോൾ y ആക്സിസിൽ വരും. രണ്ടും കൂടി ജോയിൻ ചെയ്യുക. അതേപോലെ അടുത്ത രണ്ട് പോയിൻറ്റ് മാർക്ക് ചെയ്യുക. 0 90 ആൻഡ് 30 0. സോ 0 90 എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റ് ഇവിടെ വരും. അതുപോലെ 30 0 ഈ പോയിൻറ്റ്. ഇതും ഇതേപോലെ സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. സോ ഫസ്റ്റത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്നാണ്. സോ അതിൻ്റെ റീജിയൻ വരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയനാണ് വരാം. അതുപോലെ രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലൈന് താഴോട്ടേക്ക് വരുന്ന എല്ലാ റീജിയനാണ് വരാം. ഇനി ഇത് എടുക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിട്ടാണ് ഇത് എടുക്കുക. സോ ഫീസിബിൾ റീജിയൻ വരാം ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ മാത്രം, ഈ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ റീജിയൻ മാത്രമാണ് ഫീസിബിൾ റീജിയൻ വരാം. ഇനി അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് എടുക്കുക. കോർണർ പോയിൻറ്റ്സ് ഫസ്റ്റ് ഇവിടുത്തെ പോയിൻറ്റ് ഒരു 0 0, ഇവിടുത്തെ പോയിൻറ്റ് 30 0. ഈ പോയിന്റ് ബി എന്ന് പറയുന്നത് 20 30 എന്ന് കിട്ടും. അതുപോലെ സി എന്ന് പറഞ്ഞ പോയിന്റ് 0 50 എന്ന് കിട്ടും. സോ ഇവിടെ 4 കോർണർ പോയിൻറ്റ്സ് കാണുന്നുണ്ട്. ഈ 4 കോർണർ പോയിൻറ്റ്സിലും സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ 0 0 എന്ന് പറയുമ്പോൾ z ഈക്വൾ ടു 0 എന്ന് വരും. അതുപോലെ എ എന്ന് പറയുമ്പോൾ z ഈക്വൾ ടു 120 എന്ന് കിട്ടും. ബി ആണെന്നുണ്ടെങ്കിൽ z ഈക്വൾ ടു 110 എന്ന് വരും. സി ആണെന്നുണ്ടെങ്കിൽ z ഈക്വൾ ടു 50 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ മാക്സിമം വാല്യൂ വരുന്നത് 120 ആണ്. എപ്പോൾ z എ എന്ന് പറയുന്ന പോയിന്റിൽ എ എന്ന് പറയുന്ന പോയിന്റ് 30 0 എന്ന് പറഞ്ഞ പോയിന്റ്. സോ മാക്സിമം വാല്യൂ ഓഫ് z ഈക്വൾ ടു 120 എന്ന് എഴുതാം അറ്റ് എ 30 0. സോ ഇതേപോലെ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഫീസിബിൾ റീജിയനൊക്കെ ഇതേ രീതിയിൽ വൃത്തിയിൽ ഷെയ്ഡ് ചെയ്തിട്ട് കാണിക്കുക. അതുപോലെ സെഡിൻ്റെ വാല്യൂ കൃത്യമായിട്ട് കാണിക്കുക. സോ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അതായത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് മേടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ LPPയുടെ ക്വസ്റ്റ്യൻ അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. ആ ക്വസ്റ്റ്യനും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മെട്രിക്സ് എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ആ ക്വസ്റ്റ്യനും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ, അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഏരിയ ഓഫ് എലിപ്സ് കാണുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ യൂസിങ് ഇൻ്റഗ്രേഷൻ, അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻസ് അത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മെത്തേഡും പഠിച്ചു വയ്ക്കുക. പിന്നെ ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ അതുപോലെ ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഓരോ മെത്തേഡുകളും പഠിച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെ ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.